ഗൈസ് ജെഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളിനി അങ്ങോട്ട് കോപ്പിറൈറ്റിനെ പേടിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സിമ്പിളായിട്ട് കോപ്പിറൈറ്റ് ഒഴിവാക്കുന്നത്, കോപ്പിറൈറ്റ് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് സിമ്പിളായിട്ട് ഒഴിവാക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡ് സൈഡ് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഡിക്ക് മനസ്സിലാവും കാര്യങ്ങൾ. ആദ്യം നമുക്ക് എന്താണ് കോപ്പിറൈറ്റ് എന്ന് പറയാം. അതായത് നമുക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് ഒരു സോങ് ആരാണോ ക്രിയേറ്റീവായിട്ട് അവരാദ്യം അപ്ലോഡ് ആക്കുന്ന അവർക്കാണ്. വീഡിയോ ആയാലും സോങ് ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. വീഡിയോ നമ്മൾ ഒരാൾ അപ്ലോഡ് ആക്കിയിട്ട് രണ്ടാമത് പിന്നെ വേറെ ആൾ അപ്ലോഡ് ആക്കുന്ന സമയത്ത് ആ സെയിം വീഡിയോ എടുത്ത് രണ്ടാമത് വേറെ അപ്ലോഡ് ആക്കുന്ന സമയത്ത് അതിന് റീയൂസ്ഡായിട്ട് വരും. അതേപോലെ തന്നെയാണ് സോങ്സ് നമുക്ക് ഒരാൾക്ക് ഒരു പ്രാവശ്യം മാത്രമേ അപ്ലോഡ് ആക്കാനാവുള്ളൂ. അപ്പം രണ്ടാമതൊരാൾ അപ്ലോഡ് ആക്കുമ്പോൾ അത് ആദ്യം അപ്ലോഡ് ആക്കിയ ആൾക്കാർക്കാണ് അതിൻ്റെ ആ ഒരു കോപ്പിറൈറ്റ് അവകാശമുള്ളത്. അപ്പോൾ ആ അവകാശത്തെ രണ്ടാമത് നമ്മൾ കട്ട് ഇടുന്നതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഇടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റ് വരുന്ന ആ ഒരു ഓണർക്ക് വേണം നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ പറ്റും. 3 സ്ട്രൈക്ക് നമ്മുടെ ചാനൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചാനൽ ടെർമിനേറ്റ് ആയി പോകും. പിന്നെ നമുക്ക് ആ ചാനൽ എത്ര വലിയ ചാനലാണെന്ന് പറഞ്ഞാലും 3 സ്ട്രൈക്ക് വന്ന് നമ്മുടെ ചാനൽ പോകും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കാരണവശാലും പുറത്തു നിന്നുള്ള നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങൾ സോങ് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആകെ ആഡ് ചെയ്യാൻ ഓപ്ഷൻ ഉള്ളത് ഓഡിയോ ലൈബ്രറി എന്നുള്ള ക്രോം ബ്രൗസറിൻ്റെ അകത്ത് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഓഡിയോ ലൈബ്രറി എന്നൊരു സംഭവമുണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോങ്സ് കിട്ടും. നിങ്ങൾക്ക് മലയാളം സോങ്സ്, ഹിന്ദി സോങ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സോങ്സ് നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ മോഡൽ സോങ്സ് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അത് VN ആയാലും കൈമാസ് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. കേപ്പെട്ട് അതിനകത്തൊക്കെ മ്യൂസിക് ഉണ്ട്. ആ മ്യൂസിക്കൊക്കെ എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് ഈ കല്യാണ ആൽബങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷൂട്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതിനൊക്കെ നമ്മൾ പുറത്ത് നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഒരുപാട് മലയാളം മ്യൂസിക് കാര്യങ്ങൾ MP3 ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ആഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് വരും. കോപ്പിറൈറ്റിൻ്റെ കൂടെ തന്നെ സ്ട്രൈക്കും കിട്ടും. അപ്പോൾ അങ്ങനെ സ്ട്രൈക്ക് വരുന്നത് നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കാനും 3 സ്ട്രൈക്ക് വന്നാൽ ചാനൽ ടെർമിനേറ്റ് ആയി പോകും ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഒഴിവാക്കേണ്ടത് അതാണ് നമ്മൾ ഇന്ന് കറക്റ്റായിട്ട് സ്ക്രീൻ റെക്കോർഡ് സൈഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്കതെങ്ങനെ ഒഴിവാക്കിയെടുക്കാം. പരമാവധി നമ്മൾ കോപ്പിറൈറ്റ് വരാതെ നോക്കണം. വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഒഴിവാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവരാം എങ്ങനെയാണ് ഒഴിവാക്കുന്നുള്ളത്. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ്. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നാണ്. ഓക്കെ, കോപ്പിറൈറ്റ് വന്നിട്ടുണ്ട്. അത് ഒന്നിൽ കൂടുതൽ കോപ്പിറൈറ്റ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്ക് വന്ന് കിടപ്പുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം. ഇത് മോണിറ്റൈസേഷൻ ആ ചാനലാണ്. മോണിറ്റൈസേഷൻ ആ ചാനലായതുകൊണ്ട് തന്നെ ആ ഒരു ഡോളറിൻ്റെ ചിഹ്നം അവിടെ ഒരു വെട്ട് കാണാം. നിങ്ങൾക്കൊരു റെഡ് കളറിൽ ഒരു വെട്ടായിട്ട് കാണാം. നമുക്കിത് റെഡിയാക്കണം. ഇത് റെഡിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, നമുക്ക് ഈ വീഡിയോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ റൺ ചെയ്യുള്ളൂ. ഈ ഒരു വീഡിയോൻ്റെ അന്ന് ഏണിങ്സ് കിട്ടത്തുള്ളൂ, മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടുള്ളൂ. മോണിറ്റൈസേഷൻ ആകാത്ത ചാനലായാലും നമുക്ക് കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് മുന്നോട്ട് മോണിറ്റൈസേഷൻ ആകുന്ന സമയത്തും അല്ലെങ്കിൽ മുന്നോട്ട് അങ്ങോട്ട് സ്ട്രൈക്ക് കിട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് സിമ്പിളായിട്ട് ഒഴിവാക്കുന്ന എങ്ങനെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നേരെ നമ്മൾ ക്രോം ബ്രൗസർ എടുക്കുക. ഓക്കെ, ക്രോം ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മളിവിടെ വൈറ്റ് സ്റ്റുഡിയോ എന്നടിക്കുന്ന സമയത്ത് നമുക്കിവിടെ യൂട്യൂബ് സ്റ്റുഡിയോ ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഓക്കെ, ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞ കോംപ്രസിൻ്റെ അകത്ത് കമ്പ്യൂട്ടറിൽ കിട്ടുന്ന പോലെ തന്നെ ഡെസ്ക് ടോപ്പ് സൈറ്റിനകത്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഇതേപോലെ തന്നെ പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക. ഏറ്റവും സൈഡിലായിട്ട് നമുക്ക് കാണുന്നതുകൊണ്ട് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ കണ്ടൻറ്റ് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്കിവിടെ കോപ്പിറൈറ്റ് വന്നേക്കുന്ന ആ ഒരു വീഡിയോ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, കോപ്പിറൈറ്റ് വന്നേക്കുന്ന വീഡിയോ ഇതാ ഇവിടെ കണ്ടോ. മോണിറ്റൈസേഷൻ ഇൻഎലിജിബിൾ കേട്ടോ. ഇത് മോണിറ്റൈസേഷന് ഇൻഎലിജിബിളായിട്ട് കിടക്കുവാണ്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് എന്നുള്ളിടത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ കോപ്പിറൈറ്റ് എങ്ങനെയാണ് കോപ്പിറൈറ്റ് വെച്ചാൽ കോപ്പിറൈറ്റ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഈ കോപ്പിറൈറ്റിനടുത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണിക്കും 2 സ്ഥലത്ത് വന്നിട്ടുണ്ട്. CD അതായത് കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് കണ്ടൻറ്റ് ഫൗണ്ട് ദ ഓണർ അലോസ് ദ കണ്ടൻറ്റ് ബി യൂസ്ഡ് വിത്ത് ദ കാണ്ട് മോണിറ്റൈസേഷൻ യുവർ വീഡിയോ. ഓക്കെ, പിന്നെ അടുത്തായിട്ട് കോപ്പിറൈറ്റ് ഷോപ്പിംഗ് കാണ്ട് ഡിസ്പ്ലേ ടാഗ്ഡ് പ്രൊഡക്റ്റ് ഓൺ ഷോർട്സ് ഓർ വീഡിയോസ് വിത്ത് കോപ്പിറൈറ്റ് കണ്ടൻറ്റ്. അതായത് പുള്ളിക്കാരി ഒരു പ്രൊഡക്റ്റ് ടാഗ് ഇട്ടാണ്. പക്ഷേ ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്തത് വരണമെന്നുണ്ടെങ്കിലും കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ് അത് കോപ്പിറൈറ്റ് ഉള്ളൊരു കണ്ടൻറ്റിനകത്ത് ഈ പ്രൊഡക്റ്റ് പോലും നമുക്ക് ടാഗ് ചെയ്യാൻ പറ്റത്തില്ല. ടാഗ് ചെയ്ത് വെച്ച പ്രൊഡക്റ്റ് വിസിബിൾ ആവില്ല. അപ്പോൾ നമ്മൾ സി ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കോപ്പിറൈറ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. സി ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ,
സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതാ ഇങ്ങനൊരു ഓപ്ഷനാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മോണിറ്റൈസേഷൻ ഇന്നെലിജിബിൾ ആയിട്ടുണ്ട്. പിന്നെ ടേക്ക് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകാത്ത ചാനലാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് വരും, പക്ഷേ മോണിറ്റൈസേഷൻ ഓപ്ഷൻ മാത്രം ഉണ്ടാകത്തില്ല, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്തിനാണ് കോപ്പറേറ്റ് വന്നേക്കുന്നത്. പാരഡൈസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞ മ്യൂസിക്കാണ് പുള്ളിക്കാരി ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്, അതിനാണ് കോപ്പറേറ്റ് വന്നേക്കുന്നത്. ടേക്ക് ആക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഈ ടേക്ക് ആക്ഷൻ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഒരുപാട് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇറേസ് സോങ്, റീപ്ലേസ് സോങ്, ട്രിം ഔട്ട് സെഗ്മെൻറ്റ്, അതായത് അത്രയും ഭാഗം വേണമെന്നെങ്കിൽ 3 രീതിയിലാണ് നമുക്ക് ഇവിടെ ഒഴിവാക്കാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ സോങ് ഇറേസ് ചെയ്ത് കളയാം, അത്രയും ഭാഗത്തെ സോങ് ഇറേസ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം, അതായത് നമുക്ക് വേറെ സോങ് ആഡ് ചെയ്തിട്ട് ആ മറ്റേ സോങ് ഒഴിവാക്കിയിട്ട് റീപ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ട്രിം ഔട്ട് ചെയ്യാം, അതായത് അത്രയും ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം വീഡിയോൻ്റെ. പക്ഷേ വീഡിയോൻ്റെ മൊത്തത്തിൽ സോങ് ഉണ്ടെങ്കിൽ നമുക്ക് മൊത്തം കട്ട് ചെയ്യാൻ പറ്റത്തില്ലോ. അപ്പോൾ നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് റീപ്ലേസ് ചെയ്യാൻ പോകണം. ഒരു മ്യൂസിക് ഇട്ടിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകണം. റീപ്ലേസ് സോങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കണ്ടോ, ഈ കണ്ടിന്യൂ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് കാണാം 2 കോപ്പിറൈറ്റ് ആണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഓക്കെ, അതായത് 2 സ്ഥലത്ത്, അതായത് നമുക്കിവിടെ റെഡ് കളറിൽ ഇവിടെ ഒരു വര കാണിക്കുന്നുണ്ട്. 2 സ്ഥലത്താണ് കോപ്പിറൈറ്റ്, 2 സോങ്ങിനാണ് കോപ്പിറൈറ്റ് ഉള്ളത്. അപ്പോൾ ഇത് ഒരുമിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആദ്യം ഒരു കോപ്പിറൈറ്റ് ഒഴിവാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത കോപ്പിറൈറ്റ് ഒഴിവാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സോങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു നിങ്ങൾക്ക് ഇവിടെ കാണാം സൈഡിൽ ഇങ്ങനെ സോങ് ഇങ്ങനെ കാണാം കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സോങ്ങിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ട്, ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ഓക്കെ, ആ പ്ലസിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ ഒരു കോപ്പിറൈറ്റ് ഭാഗത്ത് നമ്മൾ ആ ഒരു മ്യൂസിക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ കോപ്പിറൈറ്റ് ഉള്ള ഭാഗത്ത് മ്യൂസിക്, അപ്പോൾ അവിടെയുള്ള റെഡ് കളർ പോയിട്ടുണ്ട് കേട്ടോ. ആ റെഡ് കളർ മാറിയിട്ട് നമുക്കവിടെ വേറൊരു ഗ്രേ കളർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആ മ്യൂസിക്കുള്ള ഭാഗത്ത് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ സേവ് ഓപ്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ യൂട്യൂബിൻ്റെ ഒരു സിമ്പിൾ കാണിക്കുന്നുണ്ട്, സി എന്ന ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് കണ്ടോ. ഓരോ മ്യൂസിക്കിന് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അതായത് സി എന്ന് കാണിക്കുന്നുണ്ട്. അത് ആട്രിബ്യൂഷൻ റിക്വേർഡ്, നോട്ട് ആട്രിബ്യൂഷൻ റിക്വേർഡ് 2 ടൈപ്പാണ്. അപ്പം നമ്മൾ ഈ ഒരു സി ഉള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സോങ്ങിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കോപ്പി ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് കോപ്പറേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ യൂട്യൂബിൻ്റെ സിമ്പിൾ ഉള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം, ഒരു കുഴപ്പമില്ല. അതിന് ശേഷം ഇവിടെ നമുക്ക് കാണാം സേവ്, മേലെ ഇതെല്ലാം ചെയ്തതിന് ശേഷം മേലെ സേവ് ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ഓപ്ഷൻ അടിക്കുന്ന സമയത്ത് റിമൂവ് ആയി പോകും. ആഫ്റ്റർ ദ എഡിറ്റ് ഈസ് സക്സസ്ഫുള്ളി അപ്ലൈഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഞാനിത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനോട് ടിക്ക് കൊടുക്കുക. ഐ നോളേജ് ദാറ്റ് ദിസ് ചേഞ്ചസ് ആർ പെർമനൻറ്റ്, ഇത് പെർമനൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. അതിന് കൺഫേം ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ എന്നിട്ട് സെലക്ട് ചെയ്യുക. ജസ്റ്റ് കൺഫേം ചേഞ്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കവിടെ കാണിക്കും ഇതാ ഇങ്ങനൊരു പേജ് ഇവിടെ ഓപ്പൺ ആയി കിട്ടും. വീഡിയോ കോപ്പിറൈറ്റ് ഡീറ്റെയിൽസ്. ഓക്കെ, വീഡിയോ എഡിറ്റിംഗ് ഇൻ പ്രോഗ്രസ്. യൂട്യൂബ് അത് നമ്മൾ ആ കൊടുത്ത ആ കോപ്പിറൈറ്റിൻ്റെ സംഭവം നമ്മളെന്താ യൂട്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി അവർ നോക്കുന്നുണ്ട്. അത് ഒരു മണിക്കൂർ വരെ പിടിക്കാം കേട്ടോ. 1 മണിക്കൂറൊന്നും പിടിക്കില്ല, ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ആ കോപ്പിറൈറ്റ് ഒഴിവാക്കി കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് ഒഴിവാക്കി കിട്ടിയതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു 5 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മൾ ആ സ്റ്റുഡിയോ ഓപ്പൺ ആക്കി നോക്കിയ സമയത്ത് ദാണ്ട നമ്മുടെ ആ ഒരു കോപ്പിറൈറ്റ് അവിടെ നിന്ന് ഒഴിവായിട്ടുണ്ട്. മോണിറ്റൈസേഷൻ്റെ ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, കോപ്പിറൈറ്റ് എന്നുള്ള സംഭവം അവിടെ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാരണവശാലും ആ വീഡിയോ ഡിലീറ്റ് ആക്കി കളയാൻ പാടില്ല. ഓക്കെ, കൂടുതൽ ആൾക്കാരും ചെയ്യുന്നൊരു തെറ്റാണ്, നമുക്കൊരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ചാടി കയറി നമ്മൾ വീഡിയോ ഡിലീറ്റ് ആക്കില്ല. അങ്ങനെ ഡിലീറ്റ് ആക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആവും. നമ്മൾ അറിയാതെ ചെയ്യുന്നൊരു തെറ്റാണ്. നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ നമുക്ക് ഒഴിവാക്കി കളയാനാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ കയറി വീഡിയോ ഡിലീറ്റ് ആക്കി നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കുകയല്ല വേണ്ടത്. ഓക്കെ, വീഡിയോ ഡിലീറ്റ് ആക്കി രണ്ടാമത് റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും റീയൂസ്ഡ് കണ്ടൻറ്റ് പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവമാണെങ്കിൽ നമുക്കത് ഒഴിവാക്കി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത് നമുക്ക് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഒരു വീഡിയോക്ക് യാതൊരു കുഴപ്പമില്ല, അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒരുമിച്ച് മുന്നേറുന്നുള്ള സംഭവമല്ല, അല്ലാത്ത അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ അടുത്ത ദിവസം വീഡിയോ കാണാം. ബൈ.